നോക്കൂ, അവിടെ ഈ ആസിഫ് അലിയെ ഒഴിവാക്കിയതിന് ശേഷം കയ്യാട്ടി വിളിക്കുന്നു ജയരാജനെ. അതിനുശേഷം ക്യാമറകൾക്ക് മുമ്പിൽ ഇത് ജയരാജിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത് എന്ന ശരീരഭാഷ സൂചിപ്പിക്കുന്ന വിധം ഈ മൊമെൻറ്റോ തിരിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് ജയരാജിൽ നിന്ന് വാങ്ങുന്നു. തൊട്ടടുത്ത് ഇത് കണ്ടുകൊണ്ട് ആസിഫ് അലി നിൽക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ. തീർച്ചയായിട്ടും ആസിഫ് അലി ആ സമയത്ത് നേരിട്ട ഒരു അപമാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റിക്ക് ഏറ്റ ഒരു ആഘാതം സത്യത്തിൽ എനിക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. നമ്മളൊക്കെ പറയാൻ പറ്റില്ല. അതെ, അപ്പൊ അതുകൊണ്ട് പക്ഷെ അദ്ദേഹം എത്ര പക്വമായിട്ടാണ് ആ സീൻ കൈകാര്യം ചെയ്തത്. അദ്ദേഹം വളരെ പക്വമായി അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അല്ലാതെ അതൊരു വിവാദം ഉണ്ടാക്കാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ പോയില്ല എന്നുള്ളത് വാസ്തവത്തിൽ ഈ പ്രായമുള്ള മറ്റു മനുഷ്യരുടെക്കാളും പക്വത ഈ കാര്യത്തിൽ ആസിഫ് അലിക്ക് ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആസിഫ് അലി ആ കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കേരളത്തിൽ എല്ലാവരും ആ അഭിനന്ദനം പറയുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ പറയുന്ന കലാകാരന്റെ ഒരു ഔന്നത്യമാണ്. അദ്ദേഹത്തിനെ ഒരുപാട് ആളുകൾ, കേരളത്തിലെ അദ്ദേഹത്തെ അറിയാത്ത ആൾക്കാരില്ല. പക്ഷെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങി ജയരാജിൽ നിന്ന് കൊടുക്കാൻ ശ്രമിക്കുക, അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരാതി പറയാം. അദ്ദേഹം ഇന്ന് ഈ നിമിഷം വരെ ഒരാളോടും പരാതി പറയുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് ആ സാഹചര്യത്തെ നേരിട്ടത് എന്നുള്ളത് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഔന്നത്യവും പക്വതയും കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മളെല്ലാവരും അഭിനന്ദിക്കേണ്ടതാണ്. ഒപ്പം ഈ തെറ്റ് പറഞ്ഞയാൾക്ക് മാത്രമല്ല, മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി തന്നോട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ജയരാജ് അത് ചെയ്യാൻ പാടുണ്ടോ? ജയരാജ് പോലെ ഒരു ഇത്രയേറെ ഈ ഇൻഡസ്ട്രിയിലൊക്കെ അറിയപ്പെടുന്ന ഒരാൾ അത് റിഫ്യൂസ് ചെയ്യല്ലേ വേണ്ടത്? അത് ആസിഫ് അലിയിൽ നിന്ന് വാങ്ങും, അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റാണത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം അദ്ദേഹം ചിരിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും ആ സമയത്ത് ആസിഫ് അലിയോട് ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അദ്ദേഹത്തിന്റെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടോ ആ വിഷയത്തെ ഏതെങ്കിലും നിലത്ത് തണുപ്പിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ ആ ആഘാതത്തിന് ഒരു അറുതി ഉണ്ടാക്കാനോ ശ്രമിച്ചില്ല എന്നുള്ളത് രമേശ് നാരായണന്റെ ഭാഗത്ത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ജയരാജന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയായിരുന്നു. പ്രത്യേകിച്ച് സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആസിഫ് അലിയോട് കുറച്ചുകൂടി ആ കാര്യത്തിൽ മര്യാദ കാണിക്കേണ്ടതായിരുന്നു. അത് രണ്ടുപേരും ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ അത് പ്രകടമായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്ര പെട്ടെന്ന് ഒരു സോഷ്യൽ റെസ്പോൺസ് ഇതിനുണ്ടായത്. തീർച്ചയായും ആ സോഷ്യൽ റെസ്പോൺസ് തന്നെയാണ് മലയാളി അത്ര കണ്ട് ഞെട്ടലോടുകൂടിയാണ് ഇക്കാര്യത്തെ കണ്ടതെന്നത് കൂടുതൽ വ്യക്തമാക്കുന്നത്.